ഇതേപോലുള്ള ഈ ഐബ്രോ ഇതേപോലെ എങ്ങനെയാക്കണമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ആദ്യം നമുക്ക് ഐബ്രോ സെറ്റ് ചെയ്യാനുള്ള സാധനം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ എടുക്കാം, അല്ലെങ്കിൽ പൗഡർ ഉണ്ട് അത് എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ജെല്ലിൽ വരുന്നുണ്ട് അത് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലാക്കി കൊടുക്കുക. ഓവർ ആവരുത്, എന്നാലും പക്ഷേ കുറച്ച് കറുപ്പിച്ചിട്ട് വേണം അവിടെ ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ബ്രഷ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ ആയി കിട്ടും കേട്ടോ. അതിനുശേഷം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐബ്രോ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻഡിൽ ചെയ്തതുപോലെ ഈ തുടക്കത്തിൽ ചെയ്യരുത്. അത്രയും കളറിൽ ചെയ്യാൻ പാടില്ല, കുറച്ച് മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കൺസീലർ എടുക്കുക. കൺസീലർ എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ ഐബ്രോ എൻ്റെ ആ ഷേപ്പിനനുസരിച്ച് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബ്രഷ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മുടെ മേലെയും ഐബ്രോയുടെ മേലെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ഷേപ്പിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് ചെയ്ത് കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഐബ്രോസും തമ്മിലുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ചെയ്ത ഒരു ഐബ്രോസും ഇതും തമ്മിലുള്ളൊരു മാറ്റം നോക്കി നല്ല ഭംഗിയല്ലേ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ ടാറ്റാ.